മജ്ജ്ഹിമ നികായ 93 അസ്സലായന സുത്ത. സുഹൃത്തുക്കളെ, ഈ സൂത്രത്തിന് മുൻപുള്ള സൂത്രം മജ്ജ്ഹിമ നികായ 92 അത് തർജ്ജമ ചെയ്തിട്ടില്ല. കാരണം അതിലുള്ള കാര്യങ്ങൾ ഏകദേശം മജ്ജ്ഹിമ നികായ 91 തന്നെ ഉള്ള കാര്യങ്ങൾ പോലെയാണ്. ഈ ഒരു സൂത്രം അസ്സലായന സൂത്രം, ഇതിൽ ബ്രാഹ്മണന്മാരാണ് ശ്രേഷ്ഠന്മാർ എന്ന് പറയുന്ന ആ വാദത്തെ ഭഗവാൻ ഖണ്ഡിക്കുകയാണ്. ജന്മം കൊണ്ടല്ല ഒരു വ്യക്തി ബ്രാഹ്മണനാകുന്നത്, കർമ്മം കൊണ്ടാണ് എന്ന് ഭഗവാൻ പറയുന്നു. അതിനാൽ ജന്മം കൊണ്ട് താൻ ബ്രാഹ്മണനാണ് എന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ സൂത്രം ഉപകാരപ്പെടുന്നതാണ്. ഞാനിങ്ങനെ കേട്ടു, ഒരിക്കൽ ഭഗവാൻ ശ്രാവസ്തിയിൽ ജേതവനത്തിൽ അനാഥപിണ്ഡകൻ്റെ ആരാമത്തിൽ വിഹരിക്കുകയായിരുന്നു. ആ സമയത്ത് നാനാ രാജ്യങ്ങളിൽ നിന്നുള്ള 500 ബ്രാഹ്മണന്മാർ ശ്രാവസ്തിയിൽ ഏതോ കാര്യത്തിനായിട്ട് ഒത്തുകൂടിയിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ബ്രാഹ്മണന്മാർ ഇങ്ങനെ വിചാരിച്ചു, ഈ ശ്രമണ ഗൗതമൻ 4 വർണ്ണങ്ങളുടെയും പരിശുദ്ധിക്ക് വേണ്ടി പറയുന്നുണ്ട്. ശ്രമണ ഗൗതമനോട് ഇതിനെപ്പറ്റി സംവാദം നടത്താൻ ആരാണ് യോഗ്യരായിട്ടുള്ള വ്യക്തി? ആ സമയത്ത് ശ്രാവസ്തിയിൽ ഒരു ബ്രാഹ്മണ വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. ആ ബ്രാഹ്മണ വിദ്യാർത്ഥിയുടെ പേര് അസ്സലായൻ എന്നായിരുന്നു. അസ്സലായനൻ എന്ന ആ ബ്രാഹ്മണകുമാരൻ തലമൊട്ടയടിച്ച വ്യക്തിയായിരുന്നു. 16 വയസ്സുള്ള വ്യക്തിയായിരുന്നു. വളരെ ചെറുപ്രായമായിരുന്നു ആ ബ്രാഹ്മണ കുമാരന് ഉണ്ടായിരുന്നത്. ആ ബ്രാഹ്മണൻ 3 വേദങ്ങളെയും നല്ലപോലെ അഭ്യസിച്ചിരുന്നു. അതിൻ്റെ പദങ്ങളുടെ അർത്ഥം, ആചാരാനുഷ്ഠാനം, ശബ്ദശാസ്ത്രം, നിരുക്തം, നിയമം, ഭാഷാശാസ്ത്രം, പ്രപഞ്ചശാസ്ത്രം, വ്യാകരണം ഇവയിലെല്ലാം പാണ്ഡിത്യമുണ്ടായിരുന്നു. മഹാപുരുഷന്മാരുടെ ശരീരത്തിലെ ലക്ഷണങ്ങളെക്കുറിച്ചും ഈ ബ്രാഹ്മണൻ നന്നായിട്ട് അറിയാവുന്നതായിരുന്നു. അപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ബ്രാഹ്മണന്മാർ ഇങ്ങനെ വിചാരിച്ചു, ഈ അസ്സലായന ബ്രാഹ്മണന് തീർച്ചയായിട്ടും ശ്രമണ ഗൗതമനുമായിട്ട് വാദപ്രതിവാദം നടത്താൻ സാധിക്കും. അതിനാൽ അവർ ആ അസ്സലായന ബ്രാഹ്മണനെ സമീപിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, സുഹൃത്തെ അസ്സലായന, ശ്രമണ ഗൗതമൻ 4 ചാതുർവർണ്ണ്യങ്ങളെയും അവരുടെ പരിശുദ്ധിക്കായിട്ട് പറയുന്നുണ്ട്. അസ്സലായന, അതിനാൽ ശ്രമണ ഗൗതമനുമായിട്ട് താങ്കൾ ഇതിനെപ്പറ്റി ഒരു വാദപ്രതിവാദം നടത്തുക. അവർ അങ്ങനെ പറഞ്ഞപ്പോൾ അസ്സലായന എന്ന ബ്രാഹ്മണൻ അവരോടിങ്ങനെ പറഞ്ഞു, സുഹൃത്തുക്കളെ, അവർ ഇങ്ങനെ പറയുന്നുണ്ട് ശ്രമണ ഗൗതമൻ ഒരു ധർമ്മവാദിയാണ് എന്ന്. അത്തരം ധർമ്മവാദികളുമായിട്ടുള്ള സംവാദം വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അതിനാൽ ശ്രമണ ഗൗതമനുമായിട്ട് സംവാദം നടത്താൻ ഞാൻ തയ്യാറല്ല. രണ്ടാമതും ആ ബ്രാഹ്മണന്മാർ അസ്സലായന ബ്രാഹ്മണനോട് അങ്ങനെ തന്നെ പറഞ്ഞു, ശ്രമണ ഗൗതമൻ 4 വർണ്ണങ്ങളുടെയും പരിശുദ്ധിക്കായിക്കൊണ്ട് പറയുന്നുണ്ട്. അതിനാൽ അസ്സലായന, ശ്രമണ ഗൗതമനുമായിട്ട് ഈ കാര്യത്തിൽ സംവാദം നടത്തുക. എന്തെന്നാൽ താങ്കളും ഒരു പരിവ്രാജകൻ്റെ ജീവൻ ജീവിച്ചിട്ടുണ്ട്. രണ്ടാമതും അസ്സലായൻ എന്ന ബ്രാഹ്മണൻ വാദപ്രതിവാദത്തിന് അനുമതി കൊടുത്തില്ല. ശ്രമണ ഗൗതമൻ ധർമ്മവാദിയാണ്. ധർമ്മവാദികളുമായിട്ടുള്ള സംവാദം വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതാണ്. അതിനാൽ എനിക്ക് ശ്രമണ ഗൗതമനുമായിട്ട് വാദപ്രതിവാദം നടത്താൻ സാധിക്കില്ല. അപ്പോൾ 3ാമത്തെ തവണയും ആ ബ്രാഹ്മണന്മാർ അസ്സലായനോട് ഇങ്ങനെ പറഞ്ഞു, അസ്സലായന, ശ്രമണ ഗൗതമൻ ചാതുർവർണ്ണത്തിൻ്റെ പരിശുദ്ധിക്കായിക്കൊണ്ട് പറയുന്നുണ്ട്. അതിനാൽ ദയവ് ചെയ്ത് താങ്കൾ ശ്രമണ ഗൗതമനുമായിട്ട് വാദപ്രതിവാദം ചെയ്യണം. എന്തെന്നാൽ താങ്കളും ഒരു പരിവ്രാജകനെ പോലെ ജീവിച്ചിട്ടുണ്ട്. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പരാജയം സമ്മതിച്ച് കൊടുക്കരുത്. അവർ ഇങ്ങനെ പറഞ്ഞപ്പോൾ അസ്സലായനൻ അവരോടിങ്ങനെ പറഞ്ഞു, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ശ്രമണ ഗൗതമൻ ഒരു ധർമ്മവാദിയാണ്. അത്തരം ധർമ്മവാദികളുമായിട്ടുള്ള സംവാദം വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ഞാൻ ശ്രമണ ഗൗതമനുമായിട്ട് സംവാദം നടത്താൻ യോഗ്യനല്ല. എന്നാൽ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഞാൻ അതിനുവേണ്ടി തയ്യാറാവാം. അപ്പോൾ അസ്സലായൻ ബ്രാഹ്മണന്മാരുടെ ഒരു വലിയ സമൂഹവുമായിട്ട് ഭഗവാന്റെ അടുത്ത് പോയി അദ്ദേഹത്തെ വന്ദിച്ചു. എന്നിട്ട് കുശലപ്രശ്നങ്ങൾ ചെയ്തു. വന്ദനവും കുശലപ്രശ്നവും കഴിഞ്ഞതിന് ശേഷം ആ ബ്രാഹ്മണൻ ഒരു വശത്ത് ഇരുന്നു. എന്നിട്ട് ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു, ഗൗതമശാസ്ത്ര, ബ്രാഹ്മണന്മാർ ഇങ്ങനെയാണ് പറയുന്നത്, ബ്രാഹ്മണർ തന്നെയാണ് ശ്രേഷ്ഠമായിട്ടുള്ള വർണ്ണം, മറ്റുള്ളവർ ഹീനവർണ്ണക്കാരാണ്. ബ്രാഹ്മണന്മാർ മാത്രമാണ് വെളുത്ത നിറമുള്ളവർ, മറ്റുള്ളവരെല്ലാം കറുത്ത നിറക്കാരാണ്. ബ്രാഹ്മണന്മാർ മാത്രമാണ് പരിശുദ്ധരായിട്ടുള്ളവർ, മറ്റുള്ളവർ പരിശുദ്ധരല്ല. ബ്രാഹ്മണന്മാർ തന്നെയാണ് ബ്രഹ്മാവിൻ്റെ യഥാർത്ഥ പുത്രന്മാർ,
ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്നാണ് അവർ ജനിച്ചത്. ബ്രഹ്മാവിൽ നിന്നാണ് അവർ ജനിച്ചത്. ബ്രഹ്മാവാണ് അവരെ സൃഷ്ടിച്ചത്. അവർ ബ്രഹ്മാവിൻ്റെ തന്നെ അവകാശികളാണ്. ഗൗതമശാസ്താവ് ഇതിനെപ്പറ്റി എന്താണ് പറയുന്നത്? അസലായന, ബ്രാഹ്മണ സ്ത്രീകൾക്ക് ആർത്തവം ഉണ്ട്. അവർ ഗർഭം ധരിക്കുന്നതാണ്, പ്രസവിക്കുന്നവരാണ്, പാലൂട്ടുന്നവരാണ്. അവർ ബ്രാഹ്മണ യോനിയിൽ നിന്ന് തന്നെയാണ് അവർ ജനിച്ചത്. എന്നാലും അവർ ഇങ്ങനെ പറയുന്നു, അവർ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വർണ്ണക്കാരാണ്, മറ്റുള്ളവർ ഹീനവർണ്ണക്കാരാണ്. ബ്രാഹ്മണന്മാർ വെളുത്ത നിറമുള്ളവരാണ്, ബാക്കിയുള്ളവർ കറുത്ത നിറമുള്ളവരാണ്. ബ്രാഹ്മണന്മാർ പരിശുദ്ധരാണ്, ബാക്കിയുള്ളവർ പരിശുദ്ധരല്ല. ബ്രാഹ്മണന്മാർ തന്നെയാണ് ബ്രഹ്മാവിൻ്റെ യഥാർത്ഥ പുത്രന്മാർ. ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്ന് തന്നെയാണ് അവരുടെ ഉൽപ്പത്തി. ബ്രഹ്മാവിൽ നിന്ന് തന്നെയാണ് അവർ ഉണ്ടായത്. ബ്രഹ്മാവ് തന്നെയാണ് അവരെ സൃഷ്ടിച്ചത്. ബ്രഹ്മാവിൻ്റെ അവകാശികളാണ് അവർ. ഇത് തെറ്റാണെന്ന് തന്നെയാണ് ഭഗവാൻ നേരത്തെ പറഞ്ഞത്. കാരണം ഈ ബ്രാഹ്മണന്മാരും ബ്രാഹ്മണ സ്ത്രീയിൽ നിന്ന് തന്നെയാണ് ജനിക്കുന്നത്. അതിനാൽ ബ്രഹ്മാവിൽ നിന്നല്ല അവർ ജനിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഗൗതമശാസ്ത്ര, താങ്കൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ കൂടി അവർക്കുള്ള വിശ്വാസം ഒരിക്കലും ഇല്ലാതാക്കുന്നില്ല. അവരുടെ വിശ്വാസത്തെ അവർ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു. ബ്രാഹ്മണർ തന്നെയാണ് ഉയർന്ന വർണ്ണത്തിലുള്ളവർ, ബാക്കിയുള്ളവർ ഹീനവർഗക്കാരാണ്. ബ്രാഹ്മണർ മാത്രമാണ് വെളുത്ത നിറമുള്ളവർ, ബാക്കിയുള്ളവർ കറുത്ത നിറക്കാരാണ്. ബ്രാഹ്മണർ തന്നെയാണ് പരിശുദ്ധർ, ബാക്കി എല്ലാവരും അപരിശുദ്ധരാണ്. അസലായന, താങ്കൾ എന്താണ് കരുതുന്നത്? പാശ്ചാത്യ രാജ്യങ്ങളെപ്പറ്റി താങ്കൾ കേട്ടിട്ടുണ്ടോ? അവിടെ 2 വിഭാഗക്കാർ മാത്രമേ ഉള്ളൂ, യജമാനനും അടിമയും, അല്ലെങ്കിൽ യജമാനനും ദാസനും. ചിലപ്പോൾ ആ യജമാനൻ അടിമയാകാം, ചിലപ്പോൾ ആ അടിമ യജമാനനാകാം. അതേ ബന്ധേ ഞാൻ അവരെപ്പറ്റി കേട്ടിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിൽ 2 വർണ്ണങ്ങളേ ഉള്ളൂ, യജമാനനും ദാസനും. അസലായന, പിന്നെ എന്തുകൊണ്ടാണ് ബ്രാഹ്മണർ ഇത്ര ഉറപ്പോടുകൂടി ദൃഢവിശ്വാസത്തോടുകൂടി ഈ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത്? അവർ തന്നെയാണ് ശ്രേഷ്ഠർ, ബാക്കിയുള്ളവർ എല്ലാവരും ശ്രേഷ്ഠരല്ല എന്ന് അവർ പറയുന്നതിൻ്റെ കാരണം എന്താണ്? ഗൗതമശാസ്ത്ര, താങ്കൾ ഇങ്ങനെ പറയുകയാണെങ്കിലും അവർ അവരുടെ വിശ്വാസത്തെ ഒരിക്കലും വിടുകയില്ല. അപ്പോഴും അവർ ഇങ്ങനെ തന്നെ പറയും, ബ്രാഹ്മണരാണ് ശ്രേഷ്ഠർ, ബാക്കിയുള്ളവർ ശ്രേഷ്ഠരല്ല. ബ്രാഹ്മണർ മാത്രമാണ് പരിശുദ്ധർ, ബാക്കിയുള്ളവർ ആരും തന്നെ പരിശുദ്ധരല്ല. ബ്രഹ്മാവിൽ നിന്നാണ് ബ്രാഹ്മണരുടെ ഉൽപ്പത്തി എന്ന് അപ്പോഴും അവർ പറയും. അസലായന, താങ്കൾ എന്താണ് വിചാരിക്കുന്നത്? ഉദാഹരണമായിട്ട് ഒരു ക്ഷത്രിയൻ ജീവിക്കുന്ന പ്രാണികളെ കൊല്ലുകയാണ് എന്ന് വിചാരിക്കുക, മോഷ്ടിക്കുകയാണ് എന്ന് വിചാരിക്കുക, വ്യഭിചരിക്കുകയാണ്, നുണ പറയുകയാണ്, ഏഷണി പറയുകയാണ്, കടുവചനം പറയുകയാണ്, നിരർത്ഥകമായിട്ടുള്ള സംഭാഷണം നടത്തുകയാണ്. മറ്റുള്ളവരുടെ ധനത്തെ ആ വ്യക്തി ആഗ്രഹിക്കുന്നു, മനസ്സിൽ ദ്വേഷം വെച്ച് പുലർത്തുന്നവനാണ്, മിഥ്യാദൃഷ്ടി ഉള്ള വ്യക്തിയാണ്. അവരുടെ ശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അവർ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അവർ ഹീനമായിട്ടുള്ള ലോകത്ത്, ചീത്ത ലോകത്ത്, അധോലോകത്ത്, നരകത്തിലായിരിക്കും അവർ ജനിക്കുക. ഇത് ക്ഷത്രിയന് മാത്രമേ സംഭവിക്കുകയുള്ളൂ, അതോ ബ്രാഹ്മണനും ഇതേപോലെ തന്നെ സംഭവിക്കുമോ? അല്ലെങ്കിൽ ഒരു വൈശ്യൻ ഇപ്രകാരം ചെയ്യുകയാണ്, ഒരു ശൂദ്രൻ ഇപ്രകാരം ചെയ്യുകയാണ്. വൈശ്യനും ശൂദ്രനും പ്രാണികളെ കൊല്ലുകയാണ്, മോഷ്ടിക്കുകയാണ്, വ്യഭിചരിക്കുകയാണ്, നുണ പറയുകയാണ്, ഏഷണി പറയുകയാണ്, കടുവചനം പറയുകയാണ്, മിഥ്യാഭാഷണം ചെയ്യുകയാണ്, മറ്റുള്ളവരുടെ സ്വത്തുക്കളെ ആഗ്രഹിക്കുകയാണ്, മനസ്സിൽ ദ്വേഷം വെച്ച് പുലർത്തുന്ന വ്യക്തിയാണ്, മിഥ്യാദൃഷ്ടി വെച്ച് പുലർത്തുന്ന വ്യക്തിയാണ്. അവരുടെ ശരീരങ്ങൾ അവർ ഉപേക്ഷിക്കുന്ന സമയത്ത് അവരുടെ മരണശേഷം അവർ അധോഗതിയിൽ, തെറ്റായിട്ടുള്ള സ്ഥലത്ത്, ഒരു നരകലോകത്തിൽ അല്ലേ ജനിക്കുക? ഇത് വൈശ്യനും ശൂദ്രനും മാത്രമാണോ സംഭവിക്കുക? ഒരു ബ്രാഹ്മണന് സംഭവിക്കില്ലേ? ഗൗതമശാസ്ത്ര, ഒരിക്കലും ഇല്ല. ഇതേപോലെ തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നത് എങ്കിൽ ഇതേ ഗതി തന്നെയാണ് ഒരു ക്ഷത്രിയനും ബ്രാഹ്മണനും വൈശ്യനും ശൂദ്രനും ഉണ്ടാകുന്നത്. ഈ 4 വർണ്ണം ഉള്ള വ്യക്തികളിൽ ആരായാലും ശരി, പ്രാണികളെ കൊല്ലുകയാണ്, മോഷ്ടിക്കുകയാണ്, വ്യഭിചരിക്കുകയാണ്, നുണ പറയുകയാണ്, ഏഷണി പറയുകയാണ്, പരുഷവചനം പറയുകയാണ്, നിരർത്ഥക ഭാഷണം ചെയ്യുകയാണ്, മറ്റുള്ളവരുടെ ധനം ആഗ്രഹിക്കുകയാണ്, ഹിംസാവൃത്തി മനസ്സിൽ വയ്ക്കുകയാണ്, മിഥ്യാദൃഷ്ടി മനസ്സിലുണ്ട്. അപ്പോൾ അവർ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് അവരുടെ മരണശേഷം അവർ തെറ്റായിട്ടുള്ള ഒരു ലോകത്ത്,
ഹീനമായിട്ടുള്ള ലോകത്ത്, അധോലോകത്ത്, നരകലോകത്തിലായിരിക്കും അവർ ജനിക്കുക. പിന്നെ എന്ത് കാരണം കൊണ്ടാണ് ബ്രാഹ്മണന്മാർ ഇത്ര നിശ്ചയത്തോടുകൂടി, ഉറപ്പോടുകൂടി ഈ കാര്യത്തെപ്പറ്റി ഇങ്ങനെ അവകാശവാദം ഉന്നയിക്കുന്നത്? ബ്രാഹ്മണർ തന്നെയാണ് ശ്രേഷ്ഠവർണ്ണർ, ബാക്കിയുള്ളവർ ശ്രേഷ്ഠവർണ്ണരല്ല. ബ്രാഹ്മണർ തന്നെയാണ് പരിശുദ്ധർ, ബാക്കി ആരും പരിശുദ്ധരല്ല. ബ്രാഹ്മണന്മാർ തന്നെയാണ് ബ്രഹ്മാവിൻ്റെ പുത്രന്മാർ എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഗൗതമശാസ്ത്ര, താങ്കൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ തന്നെ ബ്രാഹ്മണന്മാർ അവരുടെ വിശ്വാസം നിലനിർത്തിക്കൊണ്ടു പോകുന്നു. അപ്പോഴും അവർ ഇങ്ങനെ തന്നെയാണ് കരുതുന്നത്, ബ്രാഹ്മണന്മാർ തന്നെയാണ് ശ്രേഷ്ഠമായിട്ടുള്ള വർണ്ണം, അവർ തന്നെയാണ് പരിശുദ്ധർ, ബാക്കിയുള്ളവർ ഒന്നും തന്നെ പരിശുദ്ധരല്ല, അവർ ബ്രഹ്മാവിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. അസലായന, താങ്കൾ എന്താണ് കരുതുന്നത്? ഉദാഹരണമായിട്ട്, ഒരു ബ്രാഹ്മണൻ ജീവികളെ കൊല്ലുന്നില്ല, മോഷ്ടിക്കുന്നില്ല, വ്യഭിചരിക്കുന്നില്ല, നുണ പറയുന്നില്ല, ഏഷണിയുടെ കാര്യം പറയുന്നില്ല, കടുവചനം പറയുന്നില്ല, മിഥ്യാസംഭാഷണം ചെയ്യുന്നില്ല, മറ്റുള്ളവരുടെ സ്വത്തിനെ ആഗ്രഹിക്കുന്നില്ല, അവരെപ്പറ്റി മനസ്സിൽ ദ്വേഷം കാത്ത് സൂക്ഷിക്കുന്നില്ല, മിഥ്യാദൃഷ്ടി പുലർത്തുന്നില്ല. അവർ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് മരണശേഷം അവർ നല്ല ലോകത്തായിരിക്കും ജനിക്കുക, സ്വർഗലോകത്തായിരിക്കും ജനിക്കുക. ഇത് ബ്രാഹ്മണന് മാത്രമേ സംഭവിക്കുകയുള്ളൂ? അതോ ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ഇതേപോലെ തന്നെ സംഭവിക്കുമോ? ഇല്ല ഗൗതമശാസ്ത്ര, അവരെല്ലാവരും ഇതേ രീതിയിൽ തന്നെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരേ ഒരു ഗതിയായിരിക്കും അവർക്ക് ഉണ്ടാകുക. ഒരേ ഒരു ഫലം തന്നെയാണ് അവർക്ക് എല്ലാവർക്കും ലഭിക്കുക. അവർ ക്ഷത്രിയനായാലും ബ്രാഹ്മണനായാലും വൈശ്യനായാലും ശൂദ്രനായാലും ഒരേ ഗതി തന്നെയാണ് അവർക്കുണ്ടാകുക, ഒരേ ഫലം തന്നെയാണ് അവർക്ക് ലഭിക്കുക. ഈ 4 വർണ്ണങ്ങളിൽ ഏതു വർണ്ണക്കാരൻ ആയാലും ശരി, പ്രാണികളെ കൊല്ലുന്നില്ല, മോഷ്ടിക്കുന്നില്ല, വ്യഭിചരിക്കുന്നില്ല, നുണ പറയുന്നില്ല, കടുവചനം പറയുന്നില്ല, ഏഷണി പറയുന്നില്ല, മിഥ്യാഭാഷണം ചെയ്യുന്നില്ല, മറ്റുള്ളവരുടെ ധനത്തെ ആഗ്രഹിക്കുന്നില്ല, മനസ്സിൽ ദ്വേഷം കാത്തു സൂക്ഷിക്കുന്നില്ല, മിഥ്യാദൃഷ്ടി ഇല്ല എങ്കിൽ അവരുടെ ശരീരം ഉപേക്ഷിച്ച ശേഷം മരണശേഷം അവർ നല്ല ലോകത്തിൽ തന്നെയായിരിക്കും ജനിക്കുക, സ്വർഗലോകത്ത് തന്നെയായിരിക്കും അവർ ജനിക്കുക. അസലായന, അങ്ങനെയാണെങ്കിൽ ഈ ബ്രാഹ്മണൻ പറയുന്ന കാര്യത്തിൻ്റെ പ്രസക്തി എന്താണ്? അവർ ദൃഢവിശ്വാസത്തോടുകൂടി, ഉറപ്പോടുകൂടി ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം എന്താണ്? ബ്രാഹ്മണന്മാർ തന്നെയാണ് ശ്രേഷ്ഠവർണ്ണം, മറ്റുള്ളവർ ശ്രേഷ്ഠവർണ്ണക്കാരല്ല, ബ്രാഹ്മണർ ബ്രഹ്മാവിൽ നിന്ന് തന്നെയാണ് ജനിച്ചത് എന്ന് അവരുടെ അവകാശവാദത്തിൻ്റെ അർത്ഥം എന്താണ്? ഗൗതമശാസ്ത്ര, താങ്കൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ തന്നെ ബ്രാഹ്മണർ അവരുടെ വിശ്വാസം കൈവിടുന്നില്ല. അപ്പോഴും അവർ പറയും ബ്രാഹ്മണർ തന്നെയാണ് ശ്രേഷ്ഠർ എന്ന് പറയും. അസലായന, താങ്കൾ എന്താണ് കരുതുന്നത്? ഒരു ബ്രാഹ്മണന് മാത്രമേ ഒരു മൈത്രി ചിത്തം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ? ദ്വേഷമില്ലാത്ത, വൈരമില്ലാത്ത ഒരു ബ്രാഹ്മണന് മാത്രമേ തൻ്റെ ചിത്തത്തിൽ മൈത്രി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ലോകത്തിന് ഒരു ബ്രാഹ്മണന് മാത്രമേ മൈത്രി അയക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ അത് കഴിയില്ലേ? അതായത് ഭഗവാൻ ചോദിക്കുന്നത്, ഒരു ബ്രാഹ്മണന് മാത്രമേ തൻ്റെ ചിത്തത്തിൽ മൈത്രി അല്ലെങ്കിൽ എല്ലാ ജീവികളോടുള്ള ദയ അല്ലെങ്കിൽ കരുണ, സ്നേഹം, ഇതെല്ലാം ഒരു ബ്രാഹ്മണന് മാത്രമേ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ദ്വേഷമില്ലാത്ത, വൈരമില്ലാത്ത മൈത്രി ചിത്തം ഈ ലോകത്തിൽ ബ്രാഹ്മണന് മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ എന്നാണ് ചോദിക്കുന്നത്. ഇല്ല ഗൗതമശാസ്ത്ര, ഒരു ക്ഷത്രിയനും ബ്രാഹ്മണനും വൈശ്യനും ശൂദ്രനും അതേപോലെ തന്നെ മൈത്രി ചിത്തം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഈ 4 വർണ്ണക്കാരും തൻ്റെ ചിത്തത്തിൽ ദ്വേഷമില്ലാതെ, വൈരമില്ലാതെ മൈത്രി ചിത്തം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. എന്നിട്ട് ഈ ലോകത്തിന് മൈത്രി അയക്കാൻ സാധിക്കും. അസലായന, പിന്നെ എന്തുകൊണ്ടാണ് ബ്രാഹ്മണർ ഇത്ര ഉറപ്പോടുകൂടി, ദൃഢവിശ്വാസത്തോടുകൂടി ഈ കാര്യത്തെ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത്? ബ്രാഹ്മണർ തന്നെയാണ് ശ്രേഷ്ഠവർണ്ണം, ബാക്കിയുള്ളവർ ശ്രേഷ്ഠവർണ്ണക്കാരല്ല. ബ്രാഹ്മണർ തന്നെയാണ് പരിശുദ്ധർ, ബാക്കിയുള്ളവർ പരിശുദ്ധരല്ല. ബ്രാഹ്മണർ ബ്രഹ്മാവിൽ നിന്ന് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയാൻ കാരണമെന്താണ്? ഗൗതമശാസ്ത്ര, താങ്കൾ അങ്ങനെ പറയുകയാണെങ്കിൽ തന്നെ അപ്പോഴും ബ്രാഹ്മണർ അവരുടെ വിശ്വാസം ഒരിക്കലും വിടുകയില്ല. അപ്പോഴും അവർ പറയും ബ്രാഹ്മണർ തന്നെയാണ് ശ്രേഷ്ഠവർണ്ണം, മറ്റുള്ളവരെല്ലാം ശ്രേഷ്ഠവർണ്ണമല്ല, ബ്രാഹ്മണർ ബ്രഹ്മാവിൽ നിന്ന് തന്നെയാണ് ഉൽപ്പത്തി ആയത് എന്ന് അവർ അപ്പോഴും പറയും. അസലായന, താങ്കൾ എന്താണ് കരുതുന്നത്? സ്നാന ചൂർണം എടുത്ത് ഒരു ബ്രാഹ്മണന് മാത്രമേ ഒരു പുഴയിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. അതിനുശേഷം തൻ്റെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള അഴുക്കും പൊടിയും
ആ സ്നാനചൂർണത്താൽ ഒരു ബ്രാഹ്മണന് മാത്രമേ കഴുകാൻ സാധിക്കുകയുള്ളൂ? ഒരു ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ അത് സാധിക്കില്ലേ? സ്നാനചൂർണം എന്ന് പറയുന്ന സമയത്ത് പണ്ട് ശരീരം കഴുകാൻ ഔഷധപ്പൊടികളാണ് അവർ ഉപയോഗിച്ചത്. ഇല്ല ഗൗതമശാസ്താവേ, ഒരു ക്ഷത്രിയനായാലും ബ്രാഹ്മണനായാലും വൈശ്യനായാലും ശൂദ്രനായാലും അവർക്കെല്ലാം തന്നെ ഈ സ്നാനചൂർണം ഉപയോഗിച്ച് അവരുടെ ശരീരത്തിലെ അഴുക്കും പൊടിയും നദിയിൽ നിന്ന് കഴുകിക്കളയാൻ സാധിക്കും. ഈ 4 കുലത്തിലുള്ള വ്യക്തികൾക്കും ഇതേപോലെ തന്നെ സ്നാനചൂർണം ഉപയോഗിച്ച് തൻ്റെ ശരീരത്തിലെ അഴുക്കും പൊടിയും നദിയിൽ കഴുകിക്കളയാൻ സാധിക്കും. അസലായന, പിന്നെ എന്തുകൊണ്ടാണ് ഈ ബ്രാഹ്മണർ ഇത്ര ഉറപ്പോടും ദൃഢനിശ്ചയത്തോടും കൂടി ഇങ്ങനെ പറയുന്നത്? ബ്രാഹ്മണർ തന്നെയാണ് ശ്രേഷ്ഠരായിട്ടുള്ള വർണ്ണം, ബാക്കി എല്ലാവരും ഹീനരായിട്ടുള്ള വർണ്ണമാണ്. ബ്രാഹ്മണർ ബ്രഹ്മാവിൽ നിന്ന് തന്നെയാണ് ഉൽപ്പത്തിയായത്. ഗൗതമശാസ്ത്ര, താങ്കൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ തന്നെ ബ്രാഹ്മണർ ഒരിക്കലും അവരുടെ വിശ്വാസം കൈവിടുകയില്ല. അപ്പോഴും അവർ പറയും ബ്രാഹ്മണർ തന്നെയാണ് ശ്രേഷ്ഠവർണ്ണം, മറ്റുള്ളവർ എല്ലാവരും തന്നെ ഹീനവർണ്ണക്കാരാണ് എന്ന് അപ്പോഴും അവർ പറയും. അസലായന, എന്താണ് താങ്കൾ ചിന്തിക്കുന്നത്? ക്ഷത്രിയനായിട്ടുള്ള ഒരു രാജാവ് 100 കണക്കിന് വിവിധ കുലങ്ങളിൽ ജനിച്ച വ്യക്തികളെ ഒരുമിച്ച് കൂട്ടുകയാണ്. എന്നിട്ട് അവരോട് ഇങ്ങനെ പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ക്ഷത്രിയ കുലത്തിൽ ജനിച്ചവരായാലും ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചവരായാലും രാജസേവകരുടെ കുലത്തിൽ ജനിച്ചവരായാലും അരഞ്ഞുകൊണ്ട് കടഞ്ഞ് നിങ്ങൾ തേക്ക് മരത്തിൽ നിന്ന് അല്ലെങ്കിൽ സാലവൃക്ഷത്തിൽ നിന്ന് അല്ലെങ്കിൽ ചന്ദന മരത്തിൽ നിന്ന് അല്ലെങ്കിൽ മൾബറി മരത്തിൽ നിന്ന് നിങ്ങൾ തീയും അതേപോലെ തന്നെ ചൂടും ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കണം. അതായത് ഇവരെല്ലാം ഉയർന്ന കുലക്കാരാണ്. ബ്രാഹ്മണർ, ക്ഷത്രിയർ, അതേപോലെ തന്നെ രാജാവിൻ്റെ ഉയർന്ന അധികാരികൾ, ഇവരെല്ലാം ഉയർന്ന കുലത്തിൽപ്പെട്ടവരാണ്. അതുകൂടാതെ ഇവർ അഗ്നി ഉണ്ടാക്കുന്നത് തേക്കിൻ്റെ തടിയിൽ നിന്ന്, അതേപോലെ തന്നെ ചന്ദനത്തിൻ്റെ തടിയിൽ നിന്ന്, അങ്ങനെ ശ്രേഷ്ഠമായിട്ടുള്ള തടിയിൽ നിന്നാണ് ഇവർ അഗ്നി ഉൽപ്പാദിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ആ രാജാവ് ആ പ്രജകളോട് ഇങ്ങനെ പറയുകയാണ്, 100 പേരുടെ പല കുലത്തിൽ നിന്ന് പിറന്ന ആ 100 പേരോട് ഇങ്ങനെ പറയുകയാണ്, ശ്മശാന കുടുംബത്തിലെ അംഗങ്ങൾ, വേട്ടയാടുന്ന കുടുംബത്തിലെ അംഗങ്ങൾ, മുള കൊണ്ട് ഉപജീവനം നടത്തുന്ന കുടുംബത്തിലെ അംഗങ്ങൾ, രഥമുണ്ടാക്കുന്നവർ, അതേപോലെ തന്നെ മാലിന്യം ശുദ്ധമാക്കുന്ന ജോലി ചെയ്യുന്നവർ, അവരും അരണിമരത്തിൻ്റെ ഒരു കൊമ്പെടുത്ത് പട്ടി വെള്ളം കുടിക്കുന്ന മരത്തിൽ നിന്ന്, പന്നി വെള്ളം കുടിക്കുന്ന മരത്തിൽ നിന്ന്, വേസ്റ്റ് ബോക്സിൽ നിന്ന്, ആവണക്കിൻ്റെ തടിയിൽ നിന്ന്, അതിൽ നിന്ന് തീയും ചൂടും ഉൽപ്പാദിപ്പിക്കുക. അസലായന, താങ്കൾ എന്താണ് കരുതുന്നത്? ഉയർന്ന ജാതിക്കാർ ഉയർന്ന ഗുണമുള്ള തടിയിൽ നിന്ന് ഉണ്ടാക്കിയ തീക്ക് മാത്രമേ നല്ല ജ്വാലകൾ ഉണ്ടാകുകയുള്ളൂ, വർണ്ണം അതേപോലെ തന്നെ പ്രകാശമുണ്ടാകുകയുള്ളൂ. താഴ്ന്ന കുലത്തിൽപ്പെട്ടവർ ഗുണമില്ലാത്ത തടിയുടെ ഉൽപ്പന്നത്തിൽ ഉണ്ടാക്കിയ ആ തീ, അതിൻ്റെ ജ്വാലയ്ക്കും വർണ്ണത്തിനും പ്രകാശത്തിനും എന്തെങ്കിലും വ്യത്യാസമുണ്ടാകുമോ? അതായത് താഴ്ന്ന ജാതിക്കാർ അവർ തീ ഉണ്ടാക്കുന്നത് ഏറ്റവും വില കുറഞ്ഞ വൃക്ഷത്തിൽ നിന്നാണ്. അപ്പോൾ ഈ 2 അഗ്നിക്കും എന്തെങ്കിലും വ്യത്യാസമുണ്ടാകുമെന്നാണ് ചോദിക്കുന്നത്. ഇല്ല ഗൗതമശാസ്ത്ര, ഉയർന്ന വർണ്ണക്കാർ നല്ല ഗുണമുള്ള തടിയിൽ നിന്ന് ഉണ്ടാക്കിയ അഗ്നിയുടെ ജ്വാലകൾക്കും വർണ്ണത്തിനും പ്രകാശത്തിനും ഒരു വ്യത്യാസവുമില്ല. അത് അവർക്ക് തീയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെയാണ് താഴ്ന്ന കുലത്തിൽപ്പെട്ടവർ താഴ്ന്ന ഇനത്തിൽപ്പെട്ട വിറകിൽ നിന്ന് തീ കത്തിച്ചു കഴിഞ്ഞാലും അതിൽ നിന്നുണ്ടാകുന്ന ജ്വാലയും വർണ്ണവും പ്രകാശവും എല്ലാം തന്നെ ഒരു മാറ്റവും ഉണ്ടാകുന്നതല്ല. എല്ലാ തീകൾക്കും ജ്വാലയുണ്ട്, നിറമുണ്ട്, പ്രകാശമുണ്ട്. എല്ലാത്തരം തീകളെയും തീകളായിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അസലായന, എന്തുകൊണ്ടാണ് ബ്രാഹ്മണർ ഈ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത്? ബ്രാഹ്മണന്മാർ തന്നെയാണ് ശ്രേഷ്ഠർ, മറ്റുള്ളവർ ശ്രേഷ്ഠരല്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഗൗതമശാസ്ത്ര, താങ്കൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ തന്നെ ഈ ബ്രാഹ്മണർ അവരുടെ വിശ്വാസത്തെ സംരക്ഷിക്കുന്നു. അസലായന, താങ്കൾ എന്താണ് കരുതുന്നത്? ഒരു ക്ഷത്രിയ യുവാവ് ഒരു ബ്രാഹ്മണ യുവതിയുമായിട്ട് ബന്ധപ്പെടുകയാണ്. അതുമൂലം അവർക്ക് ഒരു പുത്രൻ ഉണ്ടാകുകയാണ്. ആ പുത്രനെ അച്ഛൻ്റെ കാരണത്താൽ ക്ഷത്രിയൻ എന്ന് വിളിക്കുമോ, അല്ലെങ്കിൽ അമ്മയുടെ കാരണത്താൽ ബ്രാഹ്മൺ എന്ന് വിളിക്കുമോ? ഗൗതമശാസ്ത്ര, ആ കുട്ടിയെ ക്ഷത്രിയൻ എന്നും വിളിക്കാം,
അല്ലെങ്കിൽ ബ്രാഹ്മണൻ എന്നും വിളിക്കാം. അസ്സലായന, താങ്കൾ എന്താണ് കരുതുന്നത്? ഉദാഹരണത്തിന് ഒരു ബ്രാഹ്മണ യുവാവ് ഒരു ക്ഷത്രിയ സ്ത്രീയുമായിട്ട് ബന്ധപ്പെടുകയാണ് എന്ന് വിചാരിക്കുക. അവർക്ക് ഒരു പുത്രനുണ്ടായി. ആ പുത്രനെ അമ്മയെപ്പോലെ ക്ഷത്രിയനായിട്ട് കണക്കാക്കണമോ അതോ അച്ഛനെപ്പോലെ ബ്രാഹ്മണനായിട്ട് കണക്കാക്കണമോ? ഗൗതമശാസ്ത്ര, ആ കുട്ടി ബ്രാഹ്മണനായിട്ടും കണക്കാക്കാവുന്നതാണ്, ക്ഷത്രിയനായിട്ടും കണക്കാക്കാവുന്നതാണ്. അസലായന, താങ്കൾ എന്താണ് കരുതുന്നത്? ഒരു പെൺകുതിര ഒരു കഴുതിയുമായിട്ട് ബന്ധപ്പെട്ടു. അതുമൂലം അതിന് ഒരു കോവർ കഴുത ജനിച്ചു. ആ കോവർ കഴുതിയെ അമ്മയെപ്പോലെ കുതിര എന്ന് വിളിക്കാമോ അതോ അച്ഛനെ പോലെ കഴുത എന്ന് വിളിക്കാമോ? ഗൗതമശാസ്ത്ര, അത് ഒരു കോവർ കഴുതിയാണ്, സങ്കര ഇനമാണ്. ഗൗതമശാസ്ത്ര, ഇതിൽ ഞാൻ ഒരു വ്യത്യാസം കാണുന്നുണ്ട്. എന്നാൽ മുൻപ് പറഞ്ഞ കാര്യങ്ങളിൽ ഒരു വ്യത്യാസവും കാണുന്നില്ല. അസലായന, താങ്കൾ എന്താണ് കരുതുന്നത്? ഒരു അമ്മയ്ക്ക് പിറന്ന ഇരട്ടയായിട്ടുള്ള 2 ബ്രാഹ്മണ സഹോദരന്മാർ ഉണ്ട് എന്ന് കരുതുക. ഒരു വ്യക്തിക്ക് വേദമന്ത്രങ്ങൾ നല്ലപോലെ ചൊല്ലാൻ സാധിക്കുന്നതാണ്, പക്ഷേ മറ്റേ വ്യക്തിക്ക് വേദമന്ത്രങ്ങൾ അതേപോലെ ചൊല്ലാൻ സാധിക്കില്ല. അപ്പോൾ ബ്രാഹ്മണന്മാർ പൂർവികർക്ക് യജ്ഞ കൊടുക്കുന്ന സമയത്ത് യജ്ഞവീതം ആർക്കാണ് ആദ്യം കൊടുക്കുക? പാൽപ്പായസമോ യജ്ഞവീതമോ അല്ലെങ്കിൽ അതിഥികൾക്കുള്ള ഭക്ഷണമോ ആർക്കാണ് ആദ്യം കൊടുക്കുക? ഗൗതമശാസ്ത്ര, വേദമന്ത്രങ്ങൾ നല്ലപോലെ ചൊല്ലാൻ അറിയുന്ന ആ വ്യക്തിക്കായിരിക്കും ആദ്യം അവർ ഭക്ഷണം കൊടുക്കുന്നത്. എന്തെന്നാൽ വേദമന്ത്രങ്ങൾ നല്ലപോലെ ചൊല്ലാൻ അറിയാത്ത വ്യക്തിക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം വളരെ കമ്മിയായിരിക്കും. അസലായന, താങ്കൾ എന്താണ് കരുതുന്നത്? 2 ബ്രാഹ്മണ വിദ്യാർത്ഥികൾ ഉണ്ട് എന്ന് കരുതുക. അവർ 2 പേരും ഇരട്ടകളാണ്, ഒരേ അമ്മയ്ക്ക് പിറന്നവരാണ്. ഒരു വ്യക്തി നല്ലപോലെ വേദമന്ത്രങ്ങൾ ചൊല്ലാൻ അറിയാം, പക്ഷേ മറ്റേ വ്യക്തിക്ക് നല്ലപോലെ വേദമന്ത്രങ്ങൾ ചൊല്ലാൻ അറിയില്ല. പക്ഷേ വേദമന്ത്രങ്ങൾ ചൊല്ലാൻ അറിയുന്ന വ്യക്തി, ആ വ്യക്തിക്ക് ശീലങ്ങളില്ല, ദുശീലമുള്ള വ്യക്തിയാണ്, സ്വഭാവശുദ്ധി ഇല്ലാത്ത വ്യക്തിയാണ്. എന്നാൽ വേദമന്ത്രം ചൊല്ലാൻ അറിയാത്ത ആ വ്യക്തിക്ക് ശീലങ്ങളുണ്ട്, അതേപോലെ തന്നെ നല്ല സ്വഭാവമുണ്ട്. അപ്പോൾ ആർക്കാണ് ആ ബ്രാഹ്മണർ ആദ്യമായിട്ട് യജ്ഞവീതം കൊടുക്കുക? ഗൗതമശാസ്ത്ര, അവർ ആ വിദ്യാർത്ഥിക്കാണ് ആദ്യം യജ്ഞവീതം കൊടുക്കുക. ആ വ്യക്തി വേദമന്ത്രങ്ങളെ ചൊല്ലാൻ പഠിച്ചിട്ടില്ല, പക്ഷേ ശീലവാനാണ്, നല്ല ഗുണങ്ങളുള്ള വ്യക്തിയാണ്. ഗൗതമശാസ്ത്ര, നമ്മൾ യജ്ഞവീതം കൊടുക്കുന്ന സമയത്ത് ആ വ്യക്തി ശീലവാൻ അല്ലെങ്കിൽ നല്ല സ്വഭാവമുള്ള വ്യക്തി അല്ലെങ്കിൽ അതിൽ നിന്ന് നല്ല ഫലം ഒരിക്കലും ഉണ്ടാകുകയില്ല. അസലായന, താങ്കൾ നേരത്തെ ജാതിയെ ആശ്രയിച്ചാണ് അവർ ശ്രേഷ്ഠർ എന്ന് പറഞ്ഞത്. പിന്നീട് ജാതി ഉപേക്ഷിച്ച് വിദ്യാഭ്യാസത്തിലേക്ക് താങ്കൾ മാറി. വിദ്യാഭ്യാസത്തിൽ നിന്ന് മാറിയതിന് ശേഷം സ്വഭാവശുദ്ധിയിലേക്ക് താങ്കൾ മാറി. ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് താങ്കൾ ഇപ്പോൾ 4 വർണ്ണങ്ങളുടെയും ശുദ്ധിയിൽ വിശ്വസിക്കുന്നത്. അതായത് ഭഗവാൻ പറയുന്നത് ഒരിക്കലും ജന്മം കൊണ്ടല്ല ആൾക്കാർ ശ്രേഷ്ഠരാകുന്നത്, കർമ്മങ്ങൾ കൊണ്ടാണ് ശ്രേഷ്ഠരാകുന്നത്. ശീലശുദ്ധിയാണ് ആൾക്കാരുടെ ശ്രേഷ്ഠതയ്ക്ക് ആധാരം, അല്ലാതെ ജന്മമല്ല ആൾക്കാരുടെ ശ്രേഷ്ഠതയ്ക്ക് ആധാരം എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അതായത് ഒരു വ്യക്തി ബ്രാഹ്മണനാണ്, പക്ഷേ ശീലശുദ്ധി ഇല്ലെങ്കിൽ ആ വ്യക്തി ബ്രാഹ്മണന് യോഗ്യനല്ല. ഭഗവാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അസലായൻ മൗനനായിട്ട് ഇരുന്നു. ഉത്തരം മുട്ടി, ചുമലുകൾ താന്നു, താഴത്തു നോക്കിയിരുന്നു. മനപ്രയാസം ഉണ്ടായി, ഒന്നും തന്നെ പറയാനില്ലാതെയായി, ഉത്തരം മുട്ടി. ഇതറിഞ്ഞപ്പോൾ ഭഗവാൻ അസലായനോട് ഇങ്ങനെ പറഞ്ഞു: അസലായന, ഒരു സമയത്ത് 7 ബ്രാഹ്മണന്മാർ ഒരു കാട്ടിൽ ഒരു പർണകുടീരം പണിയിച്ച് അതിൽ താമസിക്കാൻ തുടങ്ങി. അവർക്ക് താഴെ പറയുന്ന തെറ്റായിട്ടുള്ള ഒരു ദർശനം ഉണ്ടായിരുന്നു, മിഥ്യാദിഷ്ടി ഉണ്ടായിരുന്നു. ബ്രാഹ്മണർ തന്നെയാണ് ശ്രേഷ്ഠവർണ്ണക്കാർ, ബാക്കിയുള്ളവർ ഹീനവർണ്ണരാണ്. ബ്രാഹ്മണർ തന്നെയാണ് വെളുത്ത നിറമുള്ളവർ, ബാക്കിയുള്ളവർ കറുത്ത നിറമുള്ളവരാണ്. ബ്രാഹ്മണർ തന്നെയാണ് ബ്രഹ്മാവിൻ്റെ ശരിയായിട്ടുള്ള പുത്രന്മാർ, ബ്രഹ്മാവിൽ നിന്ന് ജനിച്ചവർ, ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്ന് ജനിച്ചവർ, ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടവർ, ബ്രഹ്മാവിൻ്റെ അവകാശികൾ. അപ്പോൾ ദേവല ഋഷി ഇവരെ പറ്റി ഇങ്ങനെ കേട്ടു: ഈ 7 ബ്രാഹ്മണന്മാർ വനത്തിൽ പർണശാല കെട്ടി താമസിക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ ഇത്തരം ഒരു പാപദൃഷ്ടി ഉണ്ടായി. ബ്രാഹ്മണരാണ് ശ്രേഷ്ഠർ, മറ്റുള്ളവർ ശ്രേഷ്ഠരല്ല. ബ്രാഹ്മണരാണ് നല്ല വർണ്ണമുള്ളവർ, മറ്റുള്ളവർ വർണ്ണമുള്ളവരല്ല. ബ്രാഹ്മണരാണ് പരിശുദ്ധർ, മറ്റുള്ളവർ പരിശുദ്ധരല്ല. ബ്രാഹ്മണർ ബ്രഹ്മാവിൽ നിന്ന് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ദേവല മഹർഷി തൻ്റെ താടിയും മുടിയും എല്ലാം വെട്ടിയതിന് ശേഷം
നീല കലർന്ന ചുവപ്പ് വസ്ത്രം ധരിച്ചതിന് ശേഷം ചെരുപ്പുകൾ ധരിച്ച് ഒരു സ്വർണ്ണവടിയും ധരിച്ചുകൊണ്ട് ആ 7 ബ്രാഹ്മണ മുനികളുടെ വീട്ടിന് മുന്നിൽ എത്തിച്ചേർന്നു. എന്നിട്ട് വീട്ടിൻ്റെ മുന്നിൽ നടന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഈ ബ്രാഹ്മണന്മാർ എവിടേക്കാണ് പോയിട്ടുള്ളത്? ഈ ബ്രാഹ്മണന്മാർ എവിടേക്കാണ് പോയിട്ടുള്ളത്? അപ്പോൾ ആ ബ്രാഹ്മണ മുനിമാർ ഇങ്ങനെ പറഞ്ഞു, ഏത് തരത്തിലുള്ള അപരിഷ്കൃത വ്യക്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? എന്നിട്ട് ആ വ്യക്തി ഇങ്ങനെ വിളിച്ചു ചോദിക്കുന്നു, ഈ ബ്രാഹ്മണർ എവിടെ പോയി? ഈ ബ്രാഹ്മണർ എവിടെ പോയി എന്ന് പറയുന്നു. നമുക്ക് ആ വ്യക്തിയെ ശപിക്കാം. അപ്പോൾ ആ 7 ബ്രാഹ്മണ മുനിമാരും ദേവല മഹർഷിയെ ശപിച്ചു. ഹീന വ്യക്തി നീ ഭസ്മമായി പോട്ടെ, ഹീന വ്യക്തി നീ ഭസ്മമായി പോട്ടെ. എന്നാൽ ആ മുനിമാർ എത്ര ശപിച്ചോ അത്രയും ആ ഋഷി കൂടുതൽ സുന്ദരനായി, സൗന്ദര്യം കൂടി വന്നു. ദേവല മഹർഷിയുടെ സൗന്ദര്യം വീണ്ടും കൂടി. അപ്പോൾ ആ ബ്രാഹ്മണ മുനിമാർ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ തപസ് വ്യർത്ഥമായി, ഞങ്ങളുടെ ബ്രഹ്മചര്യ ജീവിതം ഫലമില്ലാത്തതായി. എന്തെന്നാൽ ഞങ്ങൾ നേരത്തെ വല്ലവരെയും ശപിച്ചു എങ്കിൽ നീ ഭസ്മമായി പോകൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉടൻ തന്നെ ഭസ്മമായി പോകുമായിരുന്നു. എന്നാൽ ഈ വ്യക്തിയെ എത്ര കണ്ട് ശപിക്കുന്നുവോ ഈ വ്യക്തി അത്രയും സുന്ദരനായിട്ട് മാറുന്നു, അത്രയും സൗന്ദര്യം ഈ വ്യക്തിയുടെ വർദ്ധിക്കുന്നു. അപ്പോൾ ദേവല മഹർഷി അവരോട് പറഞ്ഞു, പ്രിയരെ, നിങ്ങളുടെ തപസ് വ്യർത്ഥമല്ല, നിങ്ങളുടെ ബ്രഹ്മചര്യ ജീവിതം ഫലമില്ലാത്തതല്ല. നിങ്ങളുടെ മനസ്സിൽ എന്നോടുള്ള ദേഷ്യം നിങ്ങൾ ഉപേക്ഷിക്കുക. ശരി, ഞങ്ങളുടെ മനസ്സിൽ താങ്കളോടുള്ള ദ്വേഷ്യം ഉപേക്ഷിച്ചു. പക്ഷേ ഭവാൻ ആരാണ്? പ്രിയരെ, നിങ്ങൾ ദേവല മഹർഷിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഞാൻ തന്നെയാണ് ദേവല മഹർഷി. അപ്പോൾ ആ 7 ബ്രാഹ്മണന്മാർ ദേവല മഹർഷിയുടെ അടുത്തെത്തി അദ്ദേഹത്തെ വണങ്ങി. അപ്പോൾ ദേവല മഹർഷി അവരോട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ കേട്ടു, 7 ബ്രാഹ്മണ മുനികൾ ഈ വനത്തിൽ വന്ന് പർണശാല കെട്ടി താമസിക്കുകയാണ്. പക്ഷേ അവരുടെ ഉള്ളിൽ ഇത്തരം പാപകരമായിട്ടുള്ള ഒരു ദിട്ടി ഉണ്ടായിട്ടുണ്ട്. ബ്രാഹ്മണർ തന്നെയാണ് ശ്രേഷ്ഠർ, മറ്റുള്ളവർ ശ്രേഷ്ഠരല്ല. ബ്രാഹ്മണർ വെളുത്ത വർണ്ണമുള്ളവരാണ്, ബാക്കിയുള്ളവർ കറുത്ത വർണ്ണക്കാരാണ്. ബ്രാഹ്മണർ പരിശുദ്ധരാണ്, മറ്റുള്ളവർ അപരിശുദ്ധരാണ്. ബ്രാഹ്മണൻ ബ്രഹ്മാവിൻ്റെ പുത്രന്മാരാണ്, ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്നാണ് അവർ ഉണ്ടായത്. ബ്രഹ്മാവാണ് അവരെ സൃഷ്ടിച്ചത്, അവർ ബ്രഹ്മാവിൽ നിന്നാണ് ഉണ്ടായത്, അവർ ബ്രഹ്മാവിൻ്റെ അവകാശികളാണ്. ഇത് വളരെ ശരിയാണ്, ഞങ്ങൾക്ക് ആ തരം ദൃഷ്ടി ഉണ്ടായി. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അറിയുമോ, നിങ്ങൾക്ക് ജന്മം തന്ന അമ്മ ബ്രാഹ്മണരും ആയിട്ട് മാത്രമേ ശരീരബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ളൂ, ബ്രാഹ്മണരില്ലാത്തവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്ന് നിങ്ങൾക്ക് അറിയുമോ? ഞങ്ങൾക്ക് അറിയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ കാര്യം അറിയാമോ? നിങ്ങളുടെ അമ്മയുടെ അമ്മ, ആ അമ്മയുടെയും അമ്മ, അങ്ങനെ 7 തലമുറ വരെയുള്ള അമ്മമാർ ബ്രാഹ്മണർ മാത്രമായിട്ടേ ബന്ധപ്പെട്ടിട്ടുള്ളൂ, ബ്രാഹ്മണരില്ലാത്തവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഞങ്ങൾക്ക് അറിയില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ കാര്യം അറിയാമോ? നിങ്ങളുടെ സ്വന്തം അച്ഛന് ബ്രാഹ്മണ യുവതി മാത്രമായിട്ടേ ബന്ധമുള്ളൂ, ബ്രാഹ്മണരില്ലാത്ത യുവതികളുമായിട്ട് ബന്ധമില്ല എന്ന് നിങ്ങൾക്ക് അറിയാമോ? ഞങ്ങൾക്ക് അറിയില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ കാര്യം അറിയാമോ? നിങ്ങളുടെ അച്ഛൻ്റെ അച്ഛൻ, ആ അച്ഛൻ്റെയും അച്ഛൻ, അങ്ങനെ 7 തലമുറ വരെയുള്ള അച്ഛന്മാർ ബ്രാഹ്മണ യുവതികളുമായിട്ട് മാത്രമേ സംബന്ധം പെട്ടിട്ടുള്ളൂ, ബ്രാഹ്മണരില്ലാത്ത യുവതികളുമായിട്ട് സംബന്ധം ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഞങ്ങൾക്ക് അറിയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ കാര്യം അറിയാമോ? എങ്ങനെയാണ് ഗർഭധാരണം നടക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാമോ? ഞങ്ങൾക്ക് അറിയാം. ഈ 3 കാര്യങ്ങൾ കൂടുന്ന സമയത്താണ് ഗർഭധാരണം നടക്കുന്നത്. അച്ഛനും അമ്മയും ഒരുമിച്ച് വരണം, അമ്മ ഋതുകാലത്തായിരിക്കണം, അതായത് ഗർഭധാരണം നടക്കുന്ന സമയത്തായിരിക്കണം അമ്മ ഉണ്ടായിരിക്കേണ്ടത്. അതുകൂടാതെ ഗന്ധർഭൻ ഉണ്ടായിരിക്കണം. ഈ ഗന്ധർഭൻ എന്ന് പറയുന്നത് വരാനിരിക്കുന്ന ആ ഗർഭത്തിൽ പ്രവേശിക്കാനിരിക്കുന്ന ആ അരൂപിയായിട്ടുള്ള പ്രാണിയാണ്. ഏത് പ്രാണിയാണോ ആ ഗർഭത്തിൽ പ്രവേശിക്കാൻ പോകുന്നത് ആ പ്രാണിയാണ് ഗന്ധർഭൻ എന്ന് പറയുന്നത്. ആ പ്രാണി അവിടെ ഉണ്ടായിരിക്കണം. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ കാര്യം അറിയാമോ? ആ വരാനിരിക്കുന്ന പ്രാണി അല്ലെങ്കിൽ ആ ഗന്ധർഭൻ ഒരു ക്ഷത്രിയനാണോ, ബ്രാഹ്മണനാണോ, വൈശ്യനാണോ, ശൂദ്രനാണോ? ഞങ്ങൾക്ക് അറിയില്ല.
അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ആരാണ് എന്ന് അറിയില്ല. അപ്പോൾ ആ ബ്രാഹ്മണന്മാർ ഇങ്ങനെ ഉത്തരം കൊടുത്തു, ശരിയാണ് ദേവല മഹർഷി, ഞങ്ങൾക്കും ഞങ്ങൾ ആരാണ് എന്ന് അറിയില്ല. ആ 7 മുനിമാർക്ക് പോലും ദേവല മഹർഷി അവരോട് വീണ്ടും വീണ്ടും ചോദിച്ചിട്ടും സമ്മർദ്ദം ചെലുത്തിയിട്ടും അവരുടെ പിതൃത്വം തെളിയിക്കാൻ അവർക്ക് സാധിച്ചില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങളോട് വീണ്ടും വീണ്ടും പറഞ്ഞിട്ടും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ബോധ്യമാകുന്നത്? ഭഗവാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അസലായൻ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു, അഭിക്കന്തം പോ ഗൗതമ, അഭിക്കന്തം, വളരെ നന്നായി ഗൗതമശാസ്ത്ര, വളരെ നന്നായി. ഇന്നു മുതൽ ഞാൻ എൻ്റെ പ്രാണൻ അവസാനിക്കുന്നത് പോലെ ഗൗതമശാസ്താവിൻ്റെ ധർമ്മത്തിൻ്റെ സംഘത്തിൻ്റെ ശരണം തേടുന്നു. അസലായന സുത്തം നിഠിതം. ഏതെങ്കിലും ബ്രാഹ്മണന്മാർ പറയുകയാണ് ഞങ്ങളുടെ വംശം തന്നെയാണ് ശ്രേഷ്ഠം, ഞങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള വിഭാഗം എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സൂത്രം അവർക്ക് ഷെയർ ചെയ്യുക. സൂത്രം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ സൂത്രങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നമ്മൾക്ക് കുറച്ച് സമയം പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വ പ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വ പ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വ പ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.